രാവിലെ എണീക്കാൻ നേരം വൈകിയോ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും റെഡിയാക്കാനില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി 2 കപ്പ് ഗോതമ്പ് പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. ചീകി വെച്ച കുറച്ച് ക്യാരറ്റും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതായിരിക്കും എരിവിനെതിരെ പച്ചമുളകും പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ പൊടിയിലേക്ക് ആവുന്ന രീതിയിൽ. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കൂടുതൽ ലൂസ് ആവരുത്, എന്നാൽ കൂടുതൽ കട്ടിയാവും വേണ്ട കേട്ടോ. ആ രീതിയിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒഴിവാക്കാവുന്നതുള്ളൂ, എല്ലാവർക്കും കഴിക്കണമെന്നില്ല. കുട്ടികൾക്കൊക്കെ നെയ്യ് ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ. അതിനുശേഷം ഒരു പാൻ വെച്ച് പാൻ ചൂടായി ഒന്ന് വരുന്ന സമയത്ത് നമ്മളിത് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല കനം കുറവിലെല്ലാം നമ്മളിത് ഉണ്ടാക്കിയെടുക്കുക. അത്യാവശ്യം ചെറുതായിട്ടൊരു കട്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പരത്തിയെടുക്കുന്നത്. അത് വിചാരിച്ച് നല്ല കട്ടിയാവാനൊന്നും പാടില്ല കേട്ടോ. പിന്നെ ഒന്ന് വെലിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിത് അതിലേക്ക് ഒരു കോഴിമുട്ട ഉടച്ച് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ കൊണ്ട് ഒന്ന് പൊട്ടിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ആ മുട്ടയുടെ ആവശ്യത്തിനുള്ള ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ചിട്ടുണ്ട്. നമുക്കിതാ ഒന്ന് വെലിഞ്ഞ് വരുന്നതോടുകൂടി നമുക്കിതാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നോക്കി നമ്മുടെ ബുൾസൈ അതിൽ കിടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. മറിച്ചിടുമ്പോൾ ശ്രദ്ധിച്ചോളം മേരിക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി മൂടി വെച്ച് നമുക്കിതാ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി കേട്ടോ. വെറും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്.